കേരളത്തിലെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന മരമടി, കാളയോട്ടം, കാളവണ്ടിയോട്ടം, കന്നുപൂട്ട്, ഉഴവ്, കാളപൂട്ട് തുടങ്ങിയവ കേന്ദ്ര നിയമമായ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ടിൻ്റെ വെളിച്ചത്തിൽ നിർത്തിവെപ്പിച്ചത് ഈ മേഖലയിലെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന പ്രതിസന്ധിയാക്കിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് കാർഷിക വൃത്തി തൊഴിലായി സ്വീകരിച്ചവർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാഹചര്യം മുൻനിർത്തി ഇവ മുൻകാലങ്ങളിലെ പോലെ തുടർന്നും നടത്തുന്നതിന് അനുമതി ലഭ്യമാക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ നിയമം കൊണ്ടുവരണം എന്നാണ് ഈ സമീക്ഷയിലൂടെ ആവശ്യപ്പെടുന്നത്. താങ്ക് യു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, സംസ്ഥാനത്ത് കാളപൂട്ട്, കന്നുപൂട്ട്, മരമടി മത്സരങ്ങൾ നിയമപരമായി നടത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് കേരള അമെൻമെൻറ്റ് ബിൽ 2021 ബഹുമാനപ്പെട്ട മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് കേരള അമെൻമെൻറ്റ് ബിൽ 2021 ആനിമൽസ് ബിൽ 2021 ബില്ലിന് പകരം ആയത് ഓർഡിനൻസായി അംഗീകരിക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട്, സെൻട്രൽ ആക്ട് 59 ഓഫ് 1960 ഒരു കേന്ദ്ര ആക്ട് ആയതിനാൽ ഭേദഗതി വരുത്തുന്നതിന് മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ 213 അനുച്ഛേദം 1 ഖണ്ഡിക പ്രകാരം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ മുൻകൂറായിട്ടുള്ള നിർദ്ദേശം വാങ്ങേണ്ടതുണ്ട്. ആയതിനാൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ മുൻകൂർ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് 31/3/2021, 27/8/2021, 21/2/2022, 27/2/2024 തീയതികളിൽ കത്തുകളും ഓർമ്മക്കുറിപ്പുകളും നൽകിയിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെ ആയതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് മറുപടി ലഭ്യമായിട്ടില്ല. തുടർന്ന് ഈ വിഷയത്തിൽ പുതിയ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ രാഷ്ട്രപതിയുടെ മുൻകൂറായിട്ടുള്ള അനുമതി വേണമോ എന്ന വിഷയത്തിൽ അഭിപ്രായം അറിയുന്നതിന് ഫയൽ നിയമവകുപ്പിന് സമർപ്പിച്ചപ്പോൾ ഭാരത ഭരണഘടനയുടെ അനുച്ഛേദം 213 1 ഖണ്ഡപ്രകാരം രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി തേടിക്കൊണ്ട് 2021 ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് കേരള അമെൻമെൻറ്റ് ഓർഡിനൻസ് എന്ന പേരിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഭരണ വകുപ്പ് മുഖേന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ച് നൽകിയെങ്കിലും നാളിതുവരെ മറുപടി ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പ്രസ്തുത ഓർഡിനൻസിലെ നിർദ്ദേശം ഒരു ബില്ലായി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി ആയത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങി നിയമിക്കാവുന്നതാണ് എന്ന് നിയമവകുപ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാടും കർണാടക സർക്കാരുകൾ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തി ജല്ലിക്കെട്ട് പോലെയുള്ള കാർഷിക മത്സരങ്ങൾ നിയമവിധേയമാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ട് മൃഗക്ഷേമ സംഘടനകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ നിയമ ഭേദഗതികൾ സാധുവാണെന്നും പ്രസ്തുത കേസിൽ 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് ഒരു അനൗദ്യോഗിക ബില്ലായിട്ട് സഭയിൽ സഖാവ് GS ജയലാൽ ഇവിടെ സഭയുടെ പരിഗണനയ്ക്ക് വെച്ചിരുന്നതാണ്. അന്നും ഇത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ അടിയന്തിരമായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കാളപൂട്ട്, കന്നുപൂട്ട്, മരമടി മത്സരങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്.